എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ് ഓഫ് മോഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻഡ് മോഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യുന്ന പോർഷനിലുള്ളതായിരിക്കും മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ആ ഒരു പോയിൻറ്റിന് വെച്ചിട്ടായിരിക്കും നീറ്റിലെ ക്വസ്റ്റ്യൻ വരുന്നത്. മാക്സിമം വീഡിയോ കാണുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലാസ് ഓഫ് മോഷൻ ഓഫ് കൺസ്ട്രെയിൻഡ് മോഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു വാളുണ്ട്, നമ്മുടെ ഒരു ഫിഗർ വരയ്ക്കാം. ഇതാണ് ഒരു വാളെന്ന് പറയുന്നത്. ഞാനൊരു രണ്ട് പുള്ളി ഞാൻ വരയ്ക്കുകയാണ്. ഒരു പുള്ളി ഇത്. നമുക്കിത് വലുതായിട്ട് വരയ്ക്കാം കേട്ടോ. ഇതൊരു വാളാണ്, രണ്ട് പുള്ളിയുണ്ട്, ഒരു പുള്ളി ഇത്. ഇതിൽ ഈ പുള്ളി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇത് വാളുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിൻ്റെ സ്ട്രിങ് വരയ്ക്കാം. സ്ട്രിങ് വരയ്ക്കുമ്പോൾ സ്ട്രിങ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് വന്ന് ഇതിൻ്റെ അകത്തൂടെ കയറി ഈ സ്ട്രിങ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ട് മാസസുകൾ ഹാങ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാസം എന്ന് പറയുന്നത് M1 ആണ് ആദ്യത്തെ മാസം എന്ന് പറയുന്നത്. നമുക്കത് ആദ്യത്തെ മാസം 1 കിലോഗ്രാമാണ് ആദ്യത്തെ മാസം ഹാങ് ചെയ്ത് കിടക്കുന്നത്. രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ് മാസ് ഹാങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ഇവിടെ പഠിച്ചത് ബോഡികൾ ഇങ്ങനെ പുള്ളി പ്രോബ്ലംസിൽ നമ്മൾ രണ്ട് ബോഡീസിൻ്റെ ആക്സിലറേഷൻ സെയിം ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ആക്സിലറേഷൻ രണ്ട് ബോഡിയുടെയും ആക്സിലറേഷൻ വ്യത്യാസമായിരിക്കും. ഈ ബോഡിക്ക് വെയിറ്റ് കൂടുതലാണ്, 2 കിലോഗ്രാമിന് വെയിറ്റ് കൂടുതലാണ്. ബോഡി താഴോട്ട് വരും, ഡൗൺവേർഡ് വരും വിത്ത് ആൻ ആക്സിലറേഷൻ A2ഉം മുകളിലോട്ട് ഈ ഒരു മാസമുള്ളത് മുകളിലോട്ട് പോകും വിത്ത് ആൻ ആക്സിലറേഷൻ A1. ഇനി നമുക്ക് ടെൻഷൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ടെൻഷൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ പോയി കാണും. അപ്പോൾ ടെൻഷൻ്റെ ഡയറക്ഷൻ ഇവിടെ മുകളിലോട്ടാണ് ടെൻഷൻ്റെ ഡയറക്ഷൻ. ഇവിടെയും മുകളിലോട്ടായിരിക്കും. ഇവിടെ ടെൻഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്ടിലും ടെൻഷൻ സെയിം ആവാൻ കാരണം ഇതൊരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങുമാണ്, വെയിറ്റ് ഇല്ല. അപ്പം ഇവിടെയും ടെൻഷൻ എവേ ഫ്രം ദ ബോഡി ആയിരിക്കും ടെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെയും എവേ ഫ്രം ആയിരിക്കും, പക്ഷേ ഇവിടെ 2T ഉള്ളതുകൊണ്ട് ഇവിടെ 2T ആയിരിക്കും. ഈ പുള്ളിക്ക് നോക്കുമ്പോൾ ഇതിന് എവേ ആയിട്ട്, ഈ ബോഡിക്ക് നോക്കുമ്പം അതിന് എവേ ആയിട്ട് 2T മുകളിലോട്ടായിരിക്കും. ടെൻഷൻ്റെ ഡയറക്ഷൻ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദീസ് ആർ ദ ഡയറക്ഷൻ ഓഫ് ടെൻഷൻസ്. ടെൻഷൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കൺസെപ്റ്റ് പറയാം. കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ദ സം ഓഫ് ടെൻഷൻ ഡോട്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് A1ഉം A2ഉം തമ്മിലുള്ള റിലേഷൻസ് നോക്കാം. ആദ്യം ഈ ഒരു പാർട്ട് മാത്രം എടുക്കുകയാണ്. ഇവിടെ എന്താണ് ടെൻഷൻ എന്ന് പറയുന്നത് 2T ആണ്. ആക്സിലറേഷൻ A1 മുകളിലോട്ടാണ്. ടെൻഷനും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിൽ ടെൻഷനും ഡയറക്ഷനും സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിൽ കോസ് തീറ്റ 0 ആയിരിക്കും. അപ്പം നമുക്ക് 2T ഇൻറ്റു A1 എന്ന് എഴുതാം. അത് ഒരു ടെൻഷനും ഒരു ആക്സിലറേഷൻ്റെയും പ്രോഡക്റ്റാണ്. 2T ഇൻറ്റു A1. ഇനി അടുത്ത ഈ ഒരു ബോഡിക്ക് നോക്കാം. ഇനി ഈ ബോഡിക്ക് നോക്കുമ്പോൾ ടെൻഷൻ മുകളിലോട്ടും ആക്സിലറേഷൻ താഴെയാണ്. അപ്പോൾ നമ്മൾ സം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ സമ്മ് ചെയ്യണം. സമ്മാണ് നമുക്ക് എടുക്കേണ്ടത്. സം ടെൻഷൻ ഡോട്ട് ആക്സിലറേഷൻ. പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നെഗറ്റീവ് വരും. അതെന്ന് പറയുന്നത് cos 180 ആണ്. അപ്പോൾ T ഡോട്ട് A എടുക്കുമ്പം T ഇൻറ്റു A2 ഇൻറ്റു cos 180. അപ്പം -TA2 എന്ന് വരും. -TA2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ TA2 എന്ന് പറയുന്നത് 2TA1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കെന്ത് കിട്ടും? A2 ഈസ് ഈക്വൽ ടു 2A1. A2 ഈസ് ഈക്വൽ ടു 2A1 എന്ന് കിട്ടും. A2 ഈസ് ഈക്വൽ ടു 2A1 നമുക്ക് കിട്ടി. നമ്മളിപ്പം A1നെ ഞാൻ A എന്നെടുത്താൽ എനിക്ക് A2നെ എനിക്ക് എന്ത് കിട്ടും? 2A എന്ന് കിട്ടും. A2 എന്ന് പറയുന്നത് 2A ആണ്. അപ്പോൾ എനിക്ക് A1ഉം A2ഉം തമ്മിലുള്ള
റിലേഷൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ A1 എയും A2 2Aയും ആണ്. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യണം. എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനും മറ്റിതൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ബോഡി എടുക്കുമ്പോൾ അവിടെ 2T മുകളിലോട്ടുണ്ട്, mg താഴോട്ടുണ്ട്. mg മീൻസ് 1 ഇൻറ്റു g, അത് നമുക്ക് 10 ആയിട്ട് എടുക്കാം, g 10 ആയിട്ട് എടുക്കാം. ഇതിനുണ്ട് 2 ഇൻറ്റു 10, അതായത് 20, അതായത് m ഇൻറ്റു g, 20 മുകളിൽ താഴോട്ടുണ്ട്. അപ്പം ബോഡി എന്ന് പറയുന്നത് താഴോട്ടാണ് വരുന്നത്, ബോഡി താഴോട്ടാണ് മുഴുവനായിട്ട് വരുന്നത്, ഈ ബോഡി മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഈ ബോഡി മുകളിലോട്ടാണ് പോകുന്നത്. സോറി, ഇവിടെ ടെൻഷൻ ആയിരിക്കും വരുന്നതെന്ന് പറയുന്നത്, അതായത് 2T മൈനസ് താഴോട്ടുണ്ടെന്നുണ്ട് 10 എന്ന് പറയുന്നുണ്ട് 10. അപ്പം ഈ 1 എന്ന് പറയുന്നത് A1 ആക്സിലറേഷനോടെ മുകളിലോട്ട് പോകും, അതായത് 10A, സോറി 10A അല്ല 1A, അതായത് A. ഇനി ഈ ഒരു ബോഡി എടുക്കുമ്പോൾ, രണ്ടാമത്തെ ഈ ഒരു ബോഡി എടുക്കുമ്പോൾ ബോഡി താഴോട്ടാണ് വരുന്നത്, അപ്പം 20 ആണ് വരുന്നത്. 20 മൈനസ് ടി, അപ്പം 2 എന്ന് പറയുന്നത് 2A ആക്സിലറേഷനോടെ താഴെ വരും, അപ്പോൾ 4A എന്ന് വരും. ഇതിന് രണ്ടിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷനും ആക്സിലറേഷനും കിട്ടും. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇന്ന് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ഒരു മാസത്തിനകത്ത് നല്ല സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ ലൈവ് വരാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം ലൈവ് വരാനെന്ന് ഗൂഗിളിൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.